കയറിക്കോളൂ. ആ, മെല്ലെ സൂക്ഷിച്ച്. ഇരുന്നു. ഇറങ്ങിക്കോ, സൂക്ഷിച്ചു. ഹേയ് സുന്ദരി, അങ്ങനെ അങ്ങ് പോയാലോ? കടത്തുകൂലി തരാതെ എങ്ങോട്ട് പോകുന്നു? ഞാനിതെന്താ പുണ്യത്തിനാണോ ഈ തുഴയുന്നത്? കുമരമ്പുഴയിലെ കടത്തുകാരന് അംശാധികാരി പണം തരാറുള്ളതല്ലേ? അതെ, നിങ്ങളെന്തിനറിയുന്നു? ഞാനേ ആപ്പയുപ്പയൊന്നുമല്ല, ഉന്നത കുലത്തിൽ പിറന്നവനാ. ഈ പണി ചെയ്യുന്നതേ അഷ്ടിക്ക് വേണ്ടിയൊന്നുമല്ല, പക്ഷേ പണത്തിന് പണം തന്നെ കിട്ടണം. തന്നോട് തർക്കിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഞാൻ തിരിച്ചു വന്നാൽ ഉടൻ പണം തരാം. അയ്യടാ, വേറെ മനസ്സിലിരിക്കട്ടെ. തൊലിവിരിപ്പുണ്ടെന്ന് കരുതി എന്നെ വീഴ്ത്താൻ ശ്രമിക്കണ്ട. ഞാനേ തരവഴിക്ക് പറഞ്ഞാൽ ബ്രാഹ്മണ കുലക്കാരനാ. ഹേയ്, നിങ്ങൾ തൽക്കാലം ക്ഷമിക്കണം. ഞാൻ പെട്ടെന്ന് പുറപ്പെട്ടപ്പോൾ പണം എടുക്കാൻ മറന്നതാണ്. ഈ ചെറുപ്പത്തിലെ മറവി നല്ലതാണോ പെങ്ങളെ? ഈ മോതിരം തന്നാൽ മതിയോ? ആ, മോതിരം എന്താ എന്നെ കടിക്കുമോ? അല്ലേ വേണ്ട, ഇത്രയും വലിയ മാല കടുത്തി കിടക്കുമ്പോ എന്തിനാ ഈ ചെറിയ മോതിരം? ശരി, തന്നേക്കാം. ഒഴിഞ്ഞ കഴുത്തും കൈയുമായി കുടുംബത്തെ ചെല്ലുമ്പോൾ നേരാങ്ങളെ ചോദിക്കും എന്തു പറ്റിയെന്ന്. അപ്പൊ ഞാൻ കാര്യം പറയും. അപ്പോ ആങ്ങളെ തരുന്നത് കൂടി നീ വാങ്ങിച്ചോളണം. ഇരട്ടാതെ പെങ്ങളെ, കൊറേ ആങ്ങളമാരെ കണ്ടിട്ടുള്ളവനാ ഞാൻ. കൊക്കെത്ര കുളം കണ്ടു, കുളം എത്ര കൊക്കിനെ കണ്ടു. പക്ഷേ പുത്തൂരം വീട്ടിലെ ആരോമൽ എന്ന എന്റെ നേരാങ്ങളെ നീ കണ്ടിട്ടുണ്ടാവില്ല. അയ്യോ അയ്യോ, ഞാൻ അറിയാതെ പറഞ്ഞതൊക്കെ ക്ഷമിക്കണേ. എന്റെ ഭഗവതി, എന്റെ അത്യാർത്ഥി കാരണം തൊലഞ്ഞല്ലോ. കുറച്ചേറെ പണം കിട്ടിയാൽ ഈ തൊഴിൽ നിർത്താമെന്ന് വിചാരിച്ചൊന്ന് എറിഞ്ഞു നോക്കിയതാണ്. ഏറെ എനിക്ക് തന്നെ കൊണ്ടു. ആരാ? വേണ്ട, പണം വാങ്ങാതെ വേണേൽ വിടാം.